ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മോഹൻരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരൺ ചോദിക്കുകയാണ്, എടാ എങ്ങനെയാണ് ഗംഗാപ്രസാദിനെ കൊന്നത്? ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. നീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു നീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും മനോഹർ പറയുകയാണ്, ഗംഗാപ്രസാദിന് പകയുള്ളത് അതായത് നമ്മുടെ കാർത്തികയോടും ലക്ഷ്മി ആൻറ്റിയോടൊക്കെ മാത്രമല്ല, അതുകൂടാതെ സാറേ കിരൺ സാറോടും കല്യാണിയോടും ഒക്കെ അയാൾക്ക് പകയുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു കൃത്യം ചെയ്തത്. എടാ എന്നാലും നീ എങ്ങനെയാ കല്യാണ പന്തലിലേക്ക് എത്തിയെന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ മോളെ കാണാൻ വേണ്ടി ഞാൻ വന്നത്. എപ്പോഴെങ്കിലും വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് കല്യാണ പന്തലിൻ്റെ പുറകുവശത്തായിട്ടാണ് ഞാൻ ഒളിച്ചു നിന്നത്. മോള് വന്നു കഴിഞ്ഞാൽ മോളെ കണ്ടിട്ട് എനിക്ക് മടങ്ങി പോകാമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ആ സമയത്താണ് ഗംഗാപ്രസാദ് മതിൽ ചാടി വരുന്ന ആ രംഗം എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇത് കണ്ടോടുകൂടി തന്നെ ഞാൻ വല്ലാതൊരു ഷോക്കായി പോയി കിരൺ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കഥ പറയുകയാണ്. അങ്ങനെ ഗംഗാപ്രസാദ് വരികയാണ്. അപ്പോൾ ഗംഗാപ്രസാദ് ആ സമയത്ത് മതിൽ ചാടിയപ്പോഴും നമ്മുടെ മനോഹറിനെ കാണുന്നില്ല. മനോഹർ ഉടനെ തന്നെ അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഗംഗാപ്രസാദ് നേരെ മതിൽ ചാടി വന്നതും പിന്നെ കിരണും ഗംഗാപ്രസാദും കൂടി തമ്മിൽ ആ ഒരു അടിയുണ്ടായ കാര്യങ്ങളൊക്കെ അവിടെ പറയുകയാണ്. അപ്പോഴും നമ്മുടെ മനോഹർ ഗംഗാപ്രസാദിൻ്റെ മുന്നിൽ വന്നിട്ടുമില്ല. അങ്ങനെ ആ ഭയങ്കര അടി നടക്കുന്ന സമയത്ത് കിരൺ പരമാവധി ഗംഗാപ്രസാദിനിട്ട് അവിടെ ഇട്ടൊക്കെ നമ്മുടെ മർമ്മസ്ഥാനത്തൊക്കെ ഇട്ടൊക്കെ നല്ല അടിക്കുകയാണ്. അങ്ങനെ മർമ്മസ്ഥാനത്തൊക്കെ അടിക്കുന്ന സമയത്തും ഗംഗാപ്രസാദ് ശരിക്കും അവശതയായി. തലക്കിട്ടൊക്കെ നല്ല അടി കൊടുക്കുകയാണ് നമ്മുടെ കിരൺ. അങ്ങനെ ഗംഗാപ്രസാദിന് ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ കിടന്നുവെച്ചാൽ മണ്ണെടുത്തിട്ട് ഈ കിരണിൻ്റെ കണ്ണിലേക്ക് ഇടുകയാണ്. ആ സമയത്താണ് കിരൺ അവിടെ ഒന്ന് പതച്ച് നിന്ന് പോയത്. അങ്ങനെ അവിടെ നിന്ന് ഗംഗാപ്രസാദ് ഞൊണ്ടി രക്ഷപ്പെടാൻ പോകുന്ന ആ സമയത്താണ് മനോഹർ വന്ന് ഗംഗാപ്രസാദിനെ മുന്നിൽ ചാടുന്നത്. അങ്ങനെ ഗംഗാപ്രസാദിൻ്റെ മുന്നിൽ ചാടുമ്പോൾ ഗംഗാപ്രസാദ് ഞെട്ടിപ്പോയി. എന്താ മനോഹർ നീ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ വന്നത് എൻ്റെ മോളെ കാണാൻ വേണ്ടിയാണ്. പക്ഷേ നീ ഇവിടെ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം ഗംഗ. അതെ, ഞാനിവിടെ എൻ്റെ ശത്രുക്കളെ അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത് എന്ന് പറയുക. പക്ഷേ ഗംഗേ, അവരെ തീർക്കാനായിട്ട് നീ ഉണ്ടായിട്ട് വേണ്ടേ? എടാ നീ ഈ സമയത്ത് ഇങ്ങനെയാണോ പറയുന്നത്? നീ എൻ്റെ ഒപ്പം കൂടെ നിൽക്കണം, അവരെ എല്ലാം അവസാനിപ്പിക്കണം. നിന്റെ ശത്രുവും കൂടിയാണ് അവർ. ഇല്ലടാ, എൻ്റെ ശത്രു അവരല്ല, നീയാണ്. എൻ്റെ മകളെ സംരക്ഷിക്കുകയാണ് കിരണും കല്യാണിയും ബാക്കിയുള്ളവരെല്ലാവരും ചേർന്നിട്ട്. നീ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതല്ലേ? എങ്കിൽ നീ എൻ്റെ കൈ കൊണ്ട് തന്നെ തീരൂടാ. എടാ മനോഹരെ, നീ ചുമ്മാ അനാവശ്യം പറയാൻ നിൽക്കരുത്. ഞാൻ ഇവിടെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് നീ ഇങ്ങനെ കിടന്ന് പറയാൻ നിൽക്കുന്നതൊക്കെ പറഞ്ഞ് ഗംഗ അവിടെ സംസാരിക്കുന്നുണ്ട്. ഇല്ലടാ, ഇതോടെ നീ തീർന്നടാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ അവിടെ കിടന്ന ഇരുമ്പ് വടി എടുത്തിട്ട് ഗംഗാപ്രസാദിനെ തലക്കിട്ട് ഒറ്റ അടിക്കുകയാണ്. ആ അടിയോടുകൂടി തന്നെ ഗംഗ അവിടെ നിലത്തോട്ട് അങ്ങോട്ട് വീഴുകയാണ്. ആ ഒരു കഥയാണ് നമ്മുടെ കിരൺ അവിടെ പറയുന്നത്. അപ്പോൾ കിരൺ അവിടെ മനോഹർ ആ കഥ അവിടെ പറയുമ്പോഴും കിരൺ എന്തൊക്കെയൊരു ഡൗട്ട് അവിടെ കാണിക്കുന്നുണ്ട്. കാരണം നമ്മളെ കാണിച്ചത് ഏതോ സ്ഥലത്തുനിന്ന് മറഞ്ഞു നിന്നിട്ടാണ് ഗംഗാപ്രസാദിന് തലക്കിട്ട് അടി കൊണ്ടത്. പക്ഷേ ഇവിടെ മനോഹർ പറയുന്നത് മനോഹർ ഗംഗയുടെ നേർക്കുനേർ നിന്നിട്ടാണ് ഈ ഇരുമ്പ് വടി വെച്ച് ഗംഗാപ്രസാദിന് തലക്കിട്ട് അടിച്ചിരിക്കുന്നത്. അപ്പോൾ കിരൺ ആ ഒരു ഡൗട്ടോട് കൂടി തന്നെ നിൽക്കുകയാണ്. പക്ഷെ എന്നാലും മനോഹർ ഇങ്ങനെ തറമായിട്ട് പറയുന്നതാണല്ലോ, അപ്പോൾ വിശ്വസിക്കാതിരിക്കാനായിട്ട് കിരണ് പറ്റുമൊന്നുമില്ല. അപ്പോൾ കിരൺ പറയണം, എടാ നീ ഇങ്ങനെ കഥ പറയുമ്പോഴും നീയാണ് ഇപ്പോഴും അടിച്ചത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേ സാറേ, അവനെ ഞാൻ തന്നെയാണ് തീർത്തത്. കാരണം എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആരാണുള്ളത്? അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തതെന്ന് മനോഹർ പറയുകയാണ്. ഇതെല്ലാം കേട്ടാ കിരണാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നൊരവസ്ഥ. കാരണം ഒരുപാട് നമ്മുടെ മനോഹറിനെ തെറ്റിദ്ധരിച്ചു. ഒരുപാട് ലെറ്റർ എഴുതിയിട്ടും മനോഹറിന് കുഞ്ഞിനെ കാണുമെന്ന് പറഞ്ഞിട്ടും പിന്നീട് കിരണോ കല്യാണിയോ ഇവനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ആ ഒരു സങ്കടത്തിൽ കുറ്റബോധത്തോടു കൂടി തന്നെ നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും മനോഹർ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും എനിക്ക് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസ് ഏതാകും എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ മിണ്ടാതിരുന്നത്. പിന്നെ അതിനുശേഷം നിങ്ങളെ വെറുതെ വിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സമാധാനമായി. പക്ഷേ വീണ്ടും ഇങ്ങനൊരു കാര്യം കുത്തിപ്പൊക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാറേ എന്ന് പറയാണ്. ആ CSIയുടെ സ്വഭാവം അറിയാലോ. ആ സ്റ്റെഫി എന്ന് പറഞ്ഞ അവളാണ് വീണ്ടും കേസ് കൊടുത്തത്. അതുകൊണ്ടാണ് ഈ CI സാറ് ഇതിന് പിന്നാലെ തന്നെ
ഇറങ്ങിയത് എന്നൊക്കെ പറയണം. മനോഹര, നീ എന്നാലും ചെയ്തത് വളരെയേറെ നല്ലൊരു കാര്യം തന്നെയാണ് സാറേ. സാറ് പേടിക്കണ്ട. സാറിൻ്റെ ഇടി കൊണ്ടാണ് 3/4% ഗംഗാപ്രസാദ് തീർന്നത്. ആ ഒരു കാര്യമൊന്നും ഞാൻ പോലീസുകാരോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അടികൊണ്ട് വന്ന ഗംഗാപ്രസാദിനെ ഞാൻ തലക്കിട്ടടിച്ച് കൊന്നു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സാറിനെ കുറിച്ചോ ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് പറയാണ്. ഏതായാലും സാറായിട്ട് ആരോടും ഒരു കാര്യവും ഇനി പറയാനായിട്ട് പോകണ്ട. കേസെല്ലാം അവസാനിച്ചില്ല സാറേ. യഥാർത്ഥ പ്രതിയെ അവർക്ക് കിട്ടി. ഇനി അവർക്കൊന്നും നോക്കാനില്ല സാറേ. പിന്നെ എനിക്കിനി ശിക്ഷ കൂടുതലായിട്ട് കിട്ടും. ഇനിയും എന്നെ എപ്പോഴാണ് ജയിലിലേക്ക് മാറ്റാൻ പോകുന്നതെന്ന് അറിയില്ല. ഇപ്പം ഞാൻ ലോക്കപ്പിലാണല്ലോ കിടക്കുന്നത്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒരു പ്രാവശ്യവും കൂടി കാണണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട് സാറേ. അതുകൊണ്ട് കുഞ്ഞിനെ ഒരു പ്രാവശ്യവും കൂടി കൊണ്ടുവരാവോ എന്ന് ചോദിക്കുകയാണ്. അല്ല, പറ്റുമെങ്കിൽ കൊണ്ടുവന്നാൽ മതി. ഞാൻ പല പ്രാവശ്യം സാറിന് ലെറ്ററൊക്കെ എഴുതിയായിരുന്നു. എൻ്റെ കുഞ്ഞിനെ കാണണം, കുഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാനൊരു കത്ത് എഴുതിയത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്നും ആരുടെ ഒരു മറുപടിയും പിന്നീട് വന്നില്ല സാറേ. ആ ഒരു സങ്കടം എൻ്റെ മനസ്സിൽ ഉറപ്പായിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിരൺ പറയണം, മനോഹരെ, അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. സരയു ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടും. കാരണം കുഞ്ഞിനെ ഇനി നിന്നെ കാണിക്കരുതെന്നും അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവളെ എന്തെങ്കിലും കടിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അവളെ പേടിച്ചിട്ടാണ് പിന്നീട് കുഞ്ഞിനെ കാണിക്കാനോ നീ ലെറ്റർ എഴുതുമ്പോൾ അതിനുള്ള മറുപടി തരാനോ ഞാനും കല്യാണിയും തയ്യാറാകാതിരുന്നത്. അതെല്ലാം ഇപ്പം ഞങ്ങൾ തെറ്റായി പോയെന്ന് മനസ്സിലായി. നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മനോഹറെ എന്ന് കിരൺ അവിടെ പറയുകയാണ്. സാരമില്ല സാറേ, പക്ഷേ മനോഹറെ, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാനും കല്യാണി എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് ശരിക്കും നോക്കുന്നതെങ്കിലും ശരിക്കും കുഞ്ഞിൻ്റെ അവകാശി സരയുവാണ്. അപ്പോൾ സരയുവിനെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് ആ കുഞ്ഞിനെ കൊണ്ടൊന്നും നിന്നെ കാണിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ആപത്തിലേക്ക് ചെന്ന് ചാടും. സാരമില്ല സാറേ, എല്ലാം എൻ്റെ വിധിയായിട്ട് ഞാൻ കണക്ക് കൂട്ടിക്കോളാം. ഞാൻ ചെയ്തതിൻ്റെ തെറ്റുകൾക്കെല്ലാം ശിക്ഷ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അതൊന്നും എനിക്ക് സാരമില്ല സാറേ. പിന്നെ മനോഹറെ, ഞാൻ ഏതായാലും പോവാണ്. ഏതായാലും നവീൻ വക്കീലിനെ വെച്ച് തന്നെ നിൻ്റെ കേസും കൂടി വാദിക്കണം. കുറച്ച് ശിക്ഷയ്ക്ക് ഇളവ് കിട്ടുമെങ്കിൽ കിട്ടട്ടേന്നേ, നമുക്ക് നോക്കാം. ഇതെവിടെ വരെ പോകുമെന്നൊന്നും നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ മനോഹരനോട് യാത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. മനോഹരനാണെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സങ്കടവും തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ കിരൺ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കല്യാണിയെ പതിയെ നടത്തിക്കൊണ്ട് വരികയാണ് കാർത്തിക. അപ്പോൾ കാർത്തിക പറയാണ്, കല്യാണി, നിൻ്റെ ഈ റൂമിലിരിക്കാത്തതിൻ്റെ വാശി കേട്ടോ. ഇങ്ങനെ ശരിക്കും മുറിവൊന്നും ഉണങ്ങിയിട്ടില്ല. ഇങ്ങനെ നടക്കാൻ പാടില്ലെന്ന് നിനക്ക് അറിയില്ലേ കല്യാണി? എന്ത് ചെയ്യാനാണ് ചേച്ചി? റൂമിലിരുന്ന് ഞാൻ ബോറടിച്ചു എന്നേ. എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും ബോറടിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല എൻ്റെ കല്യാണി. നിൻ്റെ അസുഖം മാറാൻ വേണ്ടിയല്ലേ കല്യാണി എന്നൊക്കെ പറയുമ്പോഴാണ് കിരൺ വരുന്നത്. അപ്പോൾ കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി. അപ്പോൾ കല്യാണി പറയണം, മനോഹരനെ കാണാൻ വേണ്ടി പോയതാണ് കിരണിയേട്ടൻ, വരുന്നുണ്ട്, എന്തായോ ഏതാവോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയാം. അപ്പോൾ കിരണേട്ടാ, എന്താ സംഭവിച്ചത്? മനോഹരനെ കണ്ടോ? അവൻ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കഥകളാണ് മനോഹർ നമ്മളുടെ മുന്നിൽ പറഞ്ഞത്. കല്യാണി, നീ അകത്തേക്ക് നീ എന്തിനിങ്ങനെ പുറത്ത് നിൽക്കുന്നത് എന്ന് ചോദിക്കണം. എൻ്റെ കിരണേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് കല്യാണിയോട്, പുറത്ത് വന്ന് നിൽക്കണ്ടെന്ന്. എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. കല്യാണിക്ക് റൂമിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ പുറത്തൊക്കെ നടക്കണം, ഇതാണ് അവൾക്ക് ഇഷ്ടം. ഇങ്ങോട്ട് വന്നേ കല്യാണം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വിളിച്ചിട്ട് പോവാ. അപ്പോൾ ലക്ഷ്മിയും ചോദിക്കണം, എന്തായി മോനെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതേ ലക്ഷ്മി അമ്മേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് മനോഹർ പറഞ്ഞത്. കാരണം മനോഹറാണ് ഗംഗാപ്രസാദിനെ തലക്കെട്ട് അടിച്ചതെന്നാണ് അവൻ പൂർണ്ണമായിട്ടും പറയുന്നത്. അങ്ങനെ ആ കഥ വരെ എന്നോട് പറഞ്ഞു. ഗംഗാപ്രസാദിനെ ഞാൻ ഒരു പരിധി വരെ അവനെ അടിച്ച് ശരിപ്പെടുത്തിയല്ലോ. ആ സമയത്താണല്ലോ അവൻ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. എൻ്റെ കണ്ണിലേക്ക് മണ്ണറിഞ്ഞിട്ട് അവൻ രക്ഷപ്പെട്ടു പോയത്. ആ സമയത്താണ് മനോഹർ അവനെ കണ്ടത്. അങ്ങനെ കണ്ടത് അവർ തമ്മിൽ തർക്കമായി. ആ സമയത്ത് മനോഹർ ഗംഗാപ്രസാദിനെ തലക്കിട്ടടിച്ചു. പക്ഷേ ഇതെല്ലാം ചെയ്തത് അവൻ നമുക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. കാരണം ആ കുഞ്ഞിന് വേണ്ടി, ആ കുഞ്ഞിനെ നോക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിൻ്റെ കാര്യം കഷ്ടത്തിലാകുമെന്ന് അവന് ശരിക്കും അറിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. പിന്നെ അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ അറസ്റ്റ് ചെയ്തല്ലോ, ആ സമയത്ത് എല്ലാ കാര്യങ്ങളും കോടതിക്ക് മുൻപാകെ വിളിച്ചു പറഞ്ഞിട്ട് നമ്മളെ രക്ഷിക്കണമെന്ന് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് കോടതി നമ്മളെ വെറുതെ വിട്ടെന്നുള്ളൊരു വാർത്ത മനോഹറിൻ്റെ ചെവിയിൽ എത്തുന്നത്. അപ്പോഴാണ് മനോഹറിന് സമാധാനമായത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ CA സാറ് ഒരുമ്പിട്ട് ഇറങ്ങിയത്. ഈ കേസ് അന്വേഷിച്ച് കണ്ടെത്തണം, ഈ കൊലയാളി ആരാണെന്ന് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
അങ്ങനെയാണ് ഈ ഒരു കാര്യം സംഭവിച്ചതെന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കിരണേ, എന്നാലും ആ ചെറുക്കനോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്രയും നല്ലൊരു കാര്യമാണ് മനോഹർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആരുമല്ല മനോഹർ, എന്നിട്ട് പോലും മനോഹർ നമുക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തു. എന്നിട്ട് സ്വയം ശിക്ഷതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സ്വന്തം ജീവിതം പോലും കളഞ്ഞിട്ട് എങ്ങനെ നടന്ന മനുഷ്യനാണ് ഈ മനോഹർ. ഇപ്പോൾ ഒരു നിമിഷം കൊണ്ടല്ലേ മാറിപ്പോയതെന്ന് പറയാണ്. അതേ ലക്ഷ്മി അമ്മേ, അത് തന്നെയാണ് എന്നെയും തളർത്തുന്നത്. അപ്പോൾ കല്യാണിയാണെങ്കിൽ കിരണേട്ടാ, ഇനി മനോഹറെ നമുക്ക് ഏതൊരു കാരണവശാലും വെറുക്കാനായിട്ട് പറ്റില്ല. സരയു പറഞ്ഞാൽ പോലും നമുക്ക് മനോഹറിനെ വെറുക്കാനായിട്ട് പറ്റുമോ? അവൻ ചെയ്ത നല്ല കാര്യങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് പറ്റുമോ കിരണേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല. ഇനി മനോഹറെ നമുക്ക് യാതൊരു കാരണവശാലും മറക്കാനോ വെറുക്കാനോ ഒന്നും പറ്റില്ല. അതെ കിരണേട്ടാ, ഇനി അവൻ എന്ത് ലെറ്റർ അയച്ചാലും നമുക്ക് അതിനുള്ള മറുപടിയൊക്കെ കൊടുക്കണം. നമുക്ക് അവനെ കാണാനായിട്ട് പോകണം. സരീൻ്റെ കാര്യം വിട്ടേര്, അവൾ എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടട്ടെ. അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും അവൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അവളുടെ കാര്യത്തെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല കിരണേട്ടാ എന്ന് കല്യാണിയും പറയുകയാണ്. അപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ ഇപ്പോൾ ലോക്കപ്പിലല്ലേ മനോഹർ കിടക്കുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ടില്ലേ ജയിലിലേക്ക് വിടുള്ളൂ പറഞ്ഞത്. അതെ, ലോക്കപ്പിൽ തന്നെ കിടക്കാണ്. ഇപ്പോൾ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, തെളിവെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ദിവസം വരെ മനോഹർ ലോക്കപ്പിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മ പറയാണ്, ആ മോളെ കാർത്തികേ, നമുക്ക് ഏതായാലും മനോഹരനെ ഒന്ന് കാണാൻ പോകണം, കണ്ട് സംസാരിക്കണം. ആ ശരി അമ്മേ, നമുക്ക് കണ്ട് സംസാരിക്കണം. നമുക്ക് പിന്നിപ്പോൾ ഉപകാരങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ, കാരണം ലോക്കപ്പിലായി പോയില്ലേ. പുറത്തായിരുന്നെങ്കിൽ എന്തെങ്കിലും സഹായമൊക്കെ അവന് വേണ്ടി ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും സാധിക്കില്ലല്ലോ എന്ന് ലക്ഷ്മി അമ്മ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ CI സാറെയാണ്. അപ്പോൾ CI സാറ് നേരെ മനോഹറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും മനോഹറെ, നീയാണ് ഗംഗാപ്രസാദിൻ്റെ യഥാർത്ഥ കൊലയാളി എന്ന് മനസ്സിലായി. നിനക്കെതിരെയുള്ള ഇത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ കേസുകളെല്ലാം എന്നെ ഒത്തുപോയി. പക്ഷേ ചില തെളിവുകളും കൂടി കിട്ടാനുണ്ട് മനോഹറെ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ മുൻകൈ എടുത്തിറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെ വന്നാലും കിരൺ ഒരു പാവം തന്നെയാണ്. കിരണിന് ജയിലിൽ കിടക്കേണ്ട ആളല്ല, ശരിക്കും പുറത്ത് നിൽക്കേണ്ട ആളാണെന്നും പറയാണ്. എന്നിട്ടാണോ സാറേ കിരൺ സാറേയും രതീഷിനെയും ആ കാട്ടുപയ്യനെയൊക്കെ അങ്ങനെ കോടതി കയറ്റിയത്? ജയിലിൽ അടക്കണമെന്നുള്ളൊരു വാശി സാറിന് വന്നത് അതെന്തുകൊണ്ടാണ് സാറേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അപ്പം എൻ്റെ രക്തം തിളക്കിയായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര അരിശമായിരുന്നു. ഇവരൊക്കെ എന്നെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. എടോ, പിന്നെ എനിക്കൊരു കാര്യമുണ്ട്. എനിക്കൊരു കേസ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാരക്ടറെ വേറെ ആയിപ്പോവും. എൻ്റെ രക്തം കിടന്ന് ആകെ തിളയ്ക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേടോ. പക്ഷേ വീണ്ടും യഥാർത്ഥ പ്രതി ആരാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ആ ഒരു ദേഷ്യവും രക്തത്തിളപ്പൊക്കെ മാറിയടോ. ഞാനിപ്പോൾ നോർമലായി. ഇപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ മനോഹറെ, വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആ സ്റ്റെഫിയില്ലേ, ഗംഗാപ്രസാദിനെ കാമുകെ, അവൾ ജയിൽ ചാടി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോഹർ ഒന്ന് ഞെട്ടിപ്പോവാണ്. സാറേ, വനിതാ ജയിൽ ചാടി എന്നാണോ പറയുന്നത്? അതെ, അവളത് ചാടി. ഒരു പെണ്ണുങ്ങളും കാണിക്കാത്ത സാഹസമാണ് അവൾ കാണിച്ചിരിക്കുന്നത്. അവളെയും കുറ്റം പറഞ്ഞാൽ പറ്റില്ല. കാരണം ഗംഗാപ്രസാദിൻ്റെ കൂടെ നടന്ന് അവൾക്കും ആ ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. എന്തും ചെയ്യാൻ പറ്റുന്ന ആ ഒരു ധൈര്യം. അവളിനി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. നീയാണ് ഗംഗാപ്രസാദിനെ കൊന്നതിൻ്റെ പിന്നിൽ എന്നൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി നിനക്ക് നേരെ ആക്രമണം ഉണ്ടാവുമെന്നാണ് ഇപ്പം എൻ്റെ ഒരു പേടി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സാറേ, അവൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ സാറ് വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഈ സ്റ്റെഫിക്ക് നേരത്തെ മുതൽ കിരണിനോടും കല്യാണിയോടും കാർത്തികയുടെ അമ്മയോടൊക്കെ ഭയങ്കര അരിശുണ്ട്. ഗംഗാപ്രസാദിന് ആരോടൊക്കെയാണ് വെറുപ്പ്, അവരോടൊക്കെ ഈ സ്റ്റെഫിക്കും ഉണ്ട് വെറുപ്പ്. അതുകൊണ്ട് അവളെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല. കിരണിനെയൊക്കെ സൂക്ഷിച്ചോളണേ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കിരണിനെ സംരക്ഷിക്കാനായിട്ട് കിരണ് തന്നെ അറിയാം. എടോ, കേസൊക്കെ അന്വേഷിച്ചെങ്കിലും ഈ ഗംഗാപ്രസാദിൻ്റെ ബോഡി എവിടെയാണെന്ന് മാത്രം ഇതുവരെ ആർക്കും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നുമില്ല. നമ്മളിതെല്ലാം അവസാനിപ്പിച്ചതാണല്ലോ. ഇനി ഗംഗാപ്രസാദിൻ്റെ ബോഡി കിട്ടിയാലെന്ത്, കിട്ടിയില്ലെങ്കിൽ എന്ത്, കൊലയാളി ആരാണെന്ന് കണ്ടുപിടിച്ചല്ലോ. ഇനിയിപ്പോൾ ആ കാര്യം ഞങ്ങൾ വിട്ടു എന്ന് പറയാണ്. ശരി, താൻ സൂക്ഷിക്കണം. ഇനിയിപ്പോൾ ലോക്കപ്പിൽ വന്ന് അവൻ്റെ ഗുണ്ടകളൊക്കെ ആക്രമിക്കോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഈ സ്റ്റെഫി കൊട്ടേഷൻ ഇറക്കിയിട്ടുണ്ടോ എന്നും പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ പോലീസ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് മനോഹറിൻ്റെ യഥാർത്ഥ മുഖം നമ്മളെ കാണിക്കുന്നത്. വലിയൊരു ടെസ്റ്റ് തന്നെയാണ് ഇവിടെയും സംഭവിക്കാനായിട്ട് പോകുന്നത്. മനോഹറാണ് കൊലയാളിയെങ്കിലും ഇവിടെ നമ്മളെ ആദ്യത്തെ ഇതിൽ കാണിച്ചത് മറഞ്ഞിരുന്ന് ഗംഗാപ്രസാദിൻ്റെ തലക്കിട്ടടിക്കുന്ന ആ രംഗമാണ് കാണിച്ചത്. ഗംഗാപ്രസാദ് നടന്നു പോകുന്ന വഴി
മറിഞ്ഞിരുന്ന് ഈ ഗംഗാപ്രസാദിനെ തലക്കടിക്കുന്ന രംഗമാണ് കാണിച്ചത്. പക്ഷേ ഇവിടെ മനോഹർ പറയുമ്പോൾ ഗംഗാപ്രസാദിൻ്റെ നേരെ നിന്ന് തലക്കടിക്കുന്ന രംഗമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കഥയിൽ വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇനിയുള്ള എപ്പിസോഡ് കാണണം. നമ്മുടെ എപ്പിസോഡുകളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് പോകും തോറും കഥയിൽ ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകൾ. അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ ഗെറ്റ്. ബൈ.